ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1478 ദിവസമായി ഇന്ന് 2025 ജൂൺ മാസം 1 തീയതി ഞായറാഴ്ച. 1200 ആണ്ട് ഇടവമാസം 18 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഏത് നിയമങ്ങളെയും കാലാനുസരണം പരിഷ്കരിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൾ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പിലത്തെ തവണ ഗുരുവിനെ കണ്ടപ്പോൾ അവിടുന്ന് അവസാനമായി പറഞ്ഞ വാക്കുകൾ ആ സമയത്ത് ഓർമ്മ വന്നു. ഭൗതികമായ ദ്രവ്യം ഛേദ്യമാണ്. അപ്രകാരമല്ലെന്ന് വിചാരിക്കുവാൻ ഒരു തെളിവും കാണുന്നില്ല. ഏത് വസ്തുവിനെയും ഛേദിച്ച് ചെന്നാൽ പിന്നെയും അതിൻ്റെ ഛേദനീയമായ അവസ്ഥ അവശേഷിക്കുന്നു. അവസാനം അന്തമില്ലാതെ ശൂന്യതയിലെത്തുമെന്ന് പറഞ്ഞേക്കാം. ആ ശൂന്യത തന്നെയും വെറും ഇല്ലായ്മയല്ല. ഇതുതന്നെയാണ് സത്ത്. ഇതിനെ തന്നെയാണ് ദൈവമെന്നോ മറ്റെന്തെങ്കിലുമെന്നോ വിളിച്ചു പോരുന്നത്. ഇങ്ങനെയൊരു വാദം പിന്നെയും അവിടെ തുടർന്നു വരാം. വേറെ പലതരത്തിലും ഇതേ സിദ്ധാന്തത്തിൽ തന്നെ എത്താം. വാദങ്ങളെല്ലാം കേട്ടാൽ വളരെ സങ്കീർണവും മനസ്സിലാക്കുവാൻ ദുഷ്കരവുമായി തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അറിവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ര കണ്ട് അത്ഭുതകരമെന്നോ പരമരഹസ്യമെന്നോ പറയാവുന്ന യാതൊന്നുമില്ല. ഇത്രയും തന്നെ വേദാന്തത്തിൻ്റെ സാരമായ അംശം. ഏതാണ്ട് ഇങ്ങനെയാണ് ഗുരുവിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭാഷണം അവിടുന്ന് അവസാനിപ്പിച്ചത്. ഇപ്രാവശ്യം അവിടുന്ന് ആകപ്പാടെ മാറിയിരിക്കുന്നു. പതിവിൻപടിയുള്ള സംഭാഷണം പ്രതീക്ഷിച്ച് ഈ ലേഖകൻ ഗുരുവിൻ്റെ സമീപത്ത് പോയി ശ്രദ്ധാപൂർവം അവിടുത്തെ അമൃതവാണികൾ പ്രതീക്ഷിച്ചു നിന്നു. എന്നാൽ ഗുരുവാകട്ടെ സാവധാനത്തിൽ കണ്ണടച്ച് സ്വാത്മാവിൽ ലയിച്ച് അത്യന്തം മൗനമായിരിക്കുകയാണുണ്ടായത്. വാർദ്ധക്യം കൊണ്ട് പക്വതയാർന്ന ആദരണീയമായ ആരാധനീയമായ അവിടുത്തെ തേജോമയമായ മുഖം ഏതോ ഒരു ആന്തരിക ദർശനത്തിൻ്റെ പ്രകാശഛവിയെ ലേശമെന്ന് ബഹിർഗമിച്ച മാതിരി അത്യന്തം ശോഭായനമായി കാണപ്പെട്ടു. പുഞ്ചിരിയുടെ സുസൂക്ഷ്മമായ ഒരു സൗരഭ്യം പുരണ്ട അവിടുത്തെ അത്യന്തം ശാന്തമായ മുഖം പരിശുദ്ധനായ ഒരു കുഞ്ഞിൻ്റെ മുഖത്തെ അനുസ്മരിപ്പിക്കുന്നതായി. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.